ഉരുൾപൊട്ടലിൽ ഉപജീവനമാർഗമായിരുന്ന ജീപ്പ് നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി സതീഷിന് മറ്റൊരു ജീപ്പ് ഇപ്പോൾ സ്വന്തമായിരിക്കുകയാണ്. റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്ത സതീഷിന്റെ കഥ അത് കേട്ട് നിരവധി സുമനസ്സുകൾ സഹായഹസ്തവുമായി എത്തി. വിവിധ കൂട്ടായ്മകളുടെ സംഭാവനകളും എത്തി. അങ്ങനെ ജീപ്പ് വാങ്ങാനായുള്ള പണമൊരുങ്ങി. റിപ്പോർട്ടറിലൂടെ സതീഷിന് ഇപ്പോൾ ഒരു ജീപ്പ് സ്വന്തമായിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീപ്പ് നഷ്ടമായ ചൂരൽമല സ്വദേശി സതീഷിന് ജീപ്പ് കൈമാറുകയാണ്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്താലാണ് ഇത്തരത്തിലൊരു ജീപ്പ് കൈമാറുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം സഫാരി കാർസിൻ്റെ ഉടമസ്ഥൻ അൻഫിൽ ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ ധനസമാഹരണം? ഒരുപാട് സന്തോഷം, മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ചൂരൽമലയിൽ നിന്ന് ആ ഉരുൾപൊട്ടിയ സ്ഥലത്തു നിന്നാണ് ഞാൻ സതീഷിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സതീഷ് വന്ന് സതീഷിൻ്റെ കണ്ണിന്ന് വെള്ളം വന്നിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ ജീപ്പ് പോയിക്കാം, എനിക്ക് വീടും പോയി. ഞങ്ങൾ അവിടുന്ന് ലൈവ് വീഡിയോ പോയി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. പക്ഷെ അത് കണ്ട് നമുക്ക് വലിയൊരു ഓഫറൊന്നും വന്നില്ല. 1-2 ആളുകൾ 50,000 രൂപ സതീഷിനിട്ട് കൊടുത്തൊരു 50,000 രൂപ ഇബ്രാഹിം കാറിന് ഒരാൾ സൗദിയിൽ നിന്നും തന്നു. അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ ഈ ഒരു വീഡിയോ വന്നു. റിപ്പോർട്ടർ ചാനലിൽ വീഡിയോ വന്നപ്പോഴാണ് നമ്മളെ ദുബായിലില്ലേ ലേഖമേടം, ദുബായ് ലേഖമേടത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദീപു സാറ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒരു 3 ലക്ഷം രൂപ സതീഷിന് വണ്ടി വാങ്ങിക്കാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സതീഷ് ത്രൂ തന്നെ ഒരു വണ്ടി തൃശ്ശൂർ റെഡിയായി 7 ലക്ഷം രൂപയാവുന്നതാണ്. അങ്ങനെ റിപ്പോർട്ടർ ചാനലിൻ്റെ രഞ്ജിത് ഭായ് ഉണ്ട് കോഴിക്കോടിലെ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു സതീഷിന് ഇഷ്ടപ്പെട്ട വണ്ടി തന്നെ വാങ്ങിക്കോളൂ, ഒരു 2 ലക്ഷം രൂപ നമ്മൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് AGC ഗ്രൂപ്പിൻ്റെ അലിക്ക് 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തെന്ന് ഒക്കെ അവരുടെ പേരിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത്, ഈ വണ്ടി വാങ്ങിയ ഓണറുടെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇത് അതേ കളർക്ക് തന്നെ മാറ്റി. അതിലുപരി അവൻ്റെ വണ്ടി എങ്ങനെയാണോ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ സ്റ്റിക്കറും ആ കാശിനാഥൻ എന്നുള്ള പേരും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും ഗ്രില്ലും എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഏൽപ്പിക്കാൻ വന്നിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരവസ്ഥ വീഡിയോയിൽ കാണിക്കുമ്പോൾ പല ആളുകളും പറയും ഇവരുടെ ദയനീയത എന്തിനു കാണിക്കണേ, അവർ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ എന്തിനു കാണിക്കണമെന്ന് ആൾക്കാർ ചോദിക്കും. അവർക്കുള്ളൊരു മറുപടി കൂടിയാണ്. കാരണം റിപ്പോർട്ടർ ചാനൽ ആ വീഡിയോ ചെയ്തതുകൊണ്ടും നമുക്ക് ചെറിയൊരു വീഡിയോ ചെയ്യാൻ പറ്റിയതുകൊണ്ടും ഇത്ര സഹായം നമുക്ക് ഏൽപ്പിക്കാൻ ആളുകളുണ്ടായി. ഈ അൻഫിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി സുമനസ്സുകളുടെ സഹായത്താലാണ് സതീഷിന് ഇപ്പോൾ ജീപ്പ് യാഥാർത്ഥ്യമായത്. നേരത്തെ നമ്മൾ റിപ്പോർട്ടർ TVയിലൂടെ വാർത്ത നൽകി ജീപ്പ് ലഭിച്ച ഷൈജലും നിയാസൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ സതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. സതീഷിന് പഴയ ജീപ്പ് ഈ കളർ തന്നെയായിരുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അതേ വണ്ടിയാണ്. ഞാൻ ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചതിന് അപ്പുറം തന്നെ നമുക്കിങ്ങനെ വണ്ടിയായി കിട്ടി. സർവ്വതും ഉരുളെടുത്ത ആ കറുത്ത രാത്രിയുടെ മുറിവുകൾ ഉണങ്ങി വരികയാണ് നിരവധി സുമനസ്സുകളുടെ സഹായത്താൽ. പ്രതീക്ഷയോടുകൂടി സതീഷ് ജീവിതത്തിലേക്ക് ഓടിത്തുടങ്ങുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.